വിന്റർ ആയതുകൊണ്ട് നമ്മൾ ഹത്ത ഡാമിൽ പോകാൻ പ്ലാൻ ചെയ്തു. ദുബായിലുള്ളവർ കൂടുതലായും പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണ് ഹത്ത ഡാം. കാരണം ദുബായിയുടെ നഗരജീവിതത്തിന്റെ തിരക്കിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഹത്ത ഡാമിലേക്കാണ്. പിന്നെ കാറിൽ പോകുന്നവർക്ക് ഡയറക്റ്റ് ഹത്ത ഡാമിൽ വ്യൂ പോയിന്റിൽ എത്താൻ കഴിയില്ല. അതിനു പകരം അവിടെ ഫ്രീ ഷട്ടിൽ വാൻ സർവീസ് ഉണ്ട്. അതിൽ കയറി നമുക്ക് വ്യൂ പോയിന്റിൽ എത്താം. പർവ്വതങ്ങളാലും ജലാശയങ്ങളാലും ചുറ്റപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് ഹത്ത. ഇവിടെ കയാക്കിംഗ്, ഹൈക്കിംഗ്, ബോട്ടിംഗ് അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് കൂടി മനസ്സ് നിറഞ്ഞ് നമുക്ക് ഉല്ലസിക്കാൻ പറ്റും. വെറും 60 ദിർഹംസ് ആണ് കേട്ടോ കയാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതും അൺലിമിറ്റഡ് ആയിട്ട്. സിംഗിൾ കയാക്കിങ്ങിനാണ് 60 ദിർഹംസ് വരുന്നത്. അതുകൂടാതെ ഡബിൾ കയാക്കിംഗ്, വാട്ടർ വെഹിക്കിംഗ്, യെല്ലോ ബോട്ട്, ഡോണറ്റ് ബോട്ട് എല്ലാം ഉണ്ട്. ഞങ്ങൾ എത്തിയ സമയം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് കയാക്കിംഗ് ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇനി ഒരു ദിവസം ഞങ്ങൾ പോകുന്നുണ്ട് കയാക്കിംഗ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്. അതുകൂടാതെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വ്യൂ പോയിന്റിലും ഫുഡ് കോർട്ടുകളുണ്ട്. അതുകൂടാതെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന പാർക്കിങ്ങിലും ഫുഡ് സ്പോട്ടുകളുണ്ട്. ഹത്ത ഡാമിലേക്ക് എത്താൻ ദുബായിയുടെ RTA ഫെസിലിറ്റി ബസ്സുകളും ഉണ്ട് കേട്ടോ. അതായത് ദുബായ് മോൾ ബസ് സ്റ്റേഷനിൽ നിന്നും ഹത്ത എക്സ്പ്രസ്സിൽ കയറി കഴിഞ്ഞാൽ 2 മണിക്കൂർ കൊണ്ട് ഹത്ത ഡാമിലെത്താം. 25 ദിർഹംസ് ആണ് ചാർജസ് വരുന്നത്. എല്ലാ ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 7 മണി വരെ സർവീസ് ഉണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ H04 ഷട്ടിൽ ബസ്സുകളുമുണ്ട്. അതിൽ കയറി നമുക്ക് മെയിൻ സ്പോട്ടുകൾ പോകാൻ കഴിയും. താങ്ക് യു ഫോർ വാച്ചിങ്.